ശബരിമല സ്വർണ്ണമോഷണ വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിനുള്ള അവസരം ഉപയോഗിക്കാതെ സഭ പ്രക്ഷുബ്ധമാക്കുകയായിരുന്നു പ്രതിപക്ഷ ലക്ഷ്യം. വിഷയം ചർച്ചയ്ക്കെടുക്കുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭ പിരിഞ്ഞു. 9 മണിക്ക് നിയമസഭ ശൂന്യവേളയിലൂടെ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം തുടക്കം കുറിച്ചു. മന്ത്രി വി.എൻ. വാസവന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന് അവസരമുണ്ട് എന്നിരിക്കെ അതിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയില്ല. മറിച്ച് നിയമസഭ പ്രക്ഷുബ്ധമാക്കുക എന്നതു മാത്രമായിരുന്നു ലക്ഷ്യം. സഭയുടെ നടുത്തളത്തിൽ സ്പീക്കറുടെ മുഖം മറച്ചുവരെ ആ പ്രതിഷേധം നീണ്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിക്കാത്തതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് വിമർശിച്ചു. അടിയന്തര പ്രമേയം സർക്കാർ ചർച്ചയ്ക്കെടുക്കുമോ എന്ന് ഭയന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടമാണ് പ്രതിപക്ഷത്തിന്റേതെന്നും മന്ത്രി വിമർശിച്ചു. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDFന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ്. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ, ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ. ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പാരഡി ഗാനത്തിന് ഭരണപക്ഷത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. സർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ മറ്റു നടപടികൾ വേഗത്തിൽ സ്പീക്കർ പൂർത്തിയാക്കി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ടി.പി. രാമകൃഷ്ണൻ അവതരിപ്പിച്ചെങ്കിലും ചർച്ച ഒഴിവാക്കി. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും. ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കി പല വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ അവ സർക്കാർ ചർച്ചയ്ക്കെടുത്തിരുന്നു. അത് ശബരിമല കേസിലും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തെ ഇന്ന് നിയമസഭയിൽ നിന്ന് ഒളിച്ചോട്ടത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.